സനോജ് സുരേന്ദ്രൻ തുടരുന്നുണ്ട്. സനോജ്, ഇപ്പോൾ ശ്രീ എം എ ബേബി പറഞ്ഞതുപോലെ ആളുകളോട് അത്ര അടുപ്പം സൂക്ഷിച്ചിരുന്ന, മാനസികമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന, രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ആ വിധമായിരുന്നു. കോട്ടയം നഗരം ആ വിധത്തിലാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. അർബുദബാധിതനായിരിക്കെ പോലും സജീവമായ പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അങ്ങനെ കൂടിയുണ്ട് എന്നതാണ്. തീർച്ചയായിട്ടും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് നമുക്ക് വാക്കുകൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വേദനയുണ്ട്. കാരണം പെട്ടെന്നുണ്ടായ ഒരു വേർപാട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾ മുമ്പ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം വ്യക്തിപരമായി ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടിയാണ്. രോഗമെല്ലാം ഭേദമായി, പ്രശ്നങ്ങളില്ല, വൈകാതെ അടങ്ങി വരും, ഒപ്പം തന്നെ അധികം സംസാരിക്കുന്നില്ല, ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞായിരുന്നു അവസാനമായി ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മരണം രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ ഇല്ലാത്ത ഘട്ടത്തിൽ യാത്രയാകുമ്പോൾ അത് വ്യക്തിപരമായും പാർട്ടിപരമായും എല്ലാം സിപിഎമ്മിനെ സംബന്ധിച്ച് കനത്ത നഷ്ടം തന്നെയാണ്. സ്വാഭാവികമായും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ വളരെ താഴെത്തട്ടിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്ന് ചങ്ങനാശ്ശേരിയിൽ സിപിഎമ്മിനെ കെട്ടിപ്പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി ഒരു തവണ നിയമസഭാ മണ്ഡലത്തിൽ ചങ്ങനാശ്ശേരിയിൽ മത്സരിച്ചുവെങ്കിലും ശക്തമായ പോരാട്ടം, വലതുപക്ഷ കോട്ടയായിട്ടുള്ള ചങ്ങനാശ്ശേരിയിൽ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെക്കാൻ സഖാവ് എ ബി റസലിന് സാധിച്ചിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സജീവമായി. ഒരിക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.